ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഗുസ്തി റിങ്ങിൽ നടക്കാറില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളോടാണ് അത് നടക്കുന്നതെന്നാണ് ഘട്ടഗുസ്തി 2 പറയുന്നത്. ഈ ആദ്യ സിനിമയിൽ വിഷ്ണു വിശാൽ അവതരിപ്പിച്ച വീര എന്ന കഥാപാത്രത്തിൻ്റെ ഒരു മാറ്റമാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഒരു ദിവസം കൊണ്ട് മാറിയെന്ന് പറഞ്ഞാൽ ആ മാറ്റം ജീവിതം മുഴുവൻ നിലനിൽക്കുമോ? അല്ലെങ്കിൽ ഇപ്പം ഐശ്വര്യ ചെയ്ത കീർത്തിയിൽ ഒരു സംശയം ഉണ്ടായാൽ ഈ രണ്ടാം ഭാഗം അന്വേഷിക്കുന്നത് ഏതാണ്ട് ഈ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ്. അതുകൊണ്ടാണ് പുതിയ കഥയേക്കാൾ ഒരു മാറ്റത്തിൻ്റെ പരീക്ഷണമായിട്ട് ഈ ഘട്ടഗുസ്തി 2 തോന്നുന്നത്. ഈ കുടുംബങ്ങളിലെ പ്രശ്നം പലപ്പോഴും വെറുപ്പിൽ നിന്നല്ല ഉണ്ടാകുന്നത്, പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്തതിനാൽ എന്നാണെന്ന് സിനിമ ലളിതമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പം കഥയെടുത്താലും ഓരോ കഥാപാത്രവും സ്വന്തം കാഴ്ചപ്പാടിൽ ശരിയാണ്. അതുകൊണ്ടാണ് ഈ വഴക്കുകൾ ഉണ്ടാവുന്നത്. പ്രേക്ഷകരെ വിശ്വസിപ്പിക്കാൻ രീതിയിലുള്ള ഒരു തിരക്കഥ ഇവർ ഫോളോ ചെയ്തിരിക്കുന്നത്. ഡയറക്ടർ ചെല്ല അയ്യാവു ഇമോഷനും കോമഡിയും പിടിച്ചാണ് ഈ ഫിലിം വർക്കാക്കുന്നത്. മന്ദഗതിയും ഈ ക്ലീഷയും ക്രിഞ്ച് സംഭവങ്ങളൊക്കെ നിറയെ ഉണ്ടെങ്കിലും ഈ കുടുംബ മുഹൂർത്തങ്ങളിലെ ഈ നൈർമല്യ നിമിഷങ്ങളും ഈ ക്രൗഡ് എനർജി മൂഡിനൊപ്പം കഥാപാത്രങ്ങൾ യഥാർത്ഥ മനുഷ്യരായി തോന്നുന്നത് ഇതിൻ്റെ ഒരു വലിയ പോസിറ്റീവ് തന്നെയാണ്. ഇപ്പോൾ വിഷ്ണു വിശാലും ഐശ്വര്യ ലക്ഷ്മിയും വീണ്ടും കഥാപാത്രങ്ങളായിട്ട് ജീവിക്കുന്നു. ഇപ്പം മകളുടെ റോൾ ചെയ്ത സാറ ഭയങ്കര ഹെവി ഔട്ടിങ്ങാണ് നൽകുന്നത്. ഇപ്പം മൈ ഫാദർ ഈസ് ഓൾസോ എ റെസ്ലർ എന്ന ഡയലോഗൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ ഓർത്തിരിക്കും. അതുപോലെ തന്നെ ഈ കോർട്ട് റൂം സീനിലൊക്കെ കണ്ടീഷൻസൊക്കെ പറയുമ്പോൾ സെമ്മ വൈബാണത് ശരിക്കും. ഈ 3 പേർ ചേർന്ന് സിനിമയുടെ കുടുംബ ലോകത്തെ മോർ കംഫർട്ടബിൾ ആക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലേക്ക് മോക്ഷയും കരുണാസും കാളി വെങ്കിട്ടും മുൻഷികാന്തും രമ്യാകൃഷ്ണനും യോഗി ബാബുവും തുടങ്ങിയ മറ്റുള്ളവർ കൂടി ചേരുമ്പോൾ കഥയുടെ രസം സ്വാഭാവികമായിട്ട് മാറുന്നുണ്ട്. എസ്പെഷ്യലി ഈ അപ്പടിപ്പോട് സോങ്ങിൻ്റെയൊക്കെ റെഫറൻസ് അവർ വെച്ചിരിക്കുന്നത് ശരിക്കും ചിരിക്ക് ഒരു വൻ സ്കോപ്പുള്ള സംഭവമാണ്. അതുപോലെ തന്നെ ഈ സ്പോർട്സ് ഡ്രാമ എന്നതിനേക്കാൾ ഒരു കുടുംബ ബന്ധത്തിൻ്റെ തുടർച്ചയായി ഈ ഹൗസ് ഹസ്ബൻഡ്സ് ഇവിടെ ഒരു തമാശയല്ല, പുരുഷത്വത്തിൻ്റെ പുതിയ നിർവചനമാണ് എന്നവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഗുസ്തി ഇവിടെ ഒരു കളിയല്ല, ജീവിതത്തിൻ്റെ പ്രതീകമാണ്. റിങ്ങിൽ എതിരാളിയെ താഴെയിടണം, പക്ഷേ വീട്ടിലൊരാളെ താഴെയിട്ടാൽ രണ്ടുപേരും തോൽക്കുന്ന ഒരവസ്ഥയാണ്. ഈ രണ്ടുപേരും ഉയർത്തിയാലാണ് കുടുംബജീവിതം ജയിക്കുന്നതെന്ന തോന്നൽ ഈ പശ്ചാത്തല സംഗീതത്തിൽ പോലും സീൻ റോൾഡാൻ കൊണ്ടുവരാൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഭാസ്കരനാണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇപ്പം ക്യാമറ എടുത്താലും ഈ ഓരോ ബന്ധത്തിൻ്റെയും ഒരു സന്തുലിതാവസ്ഥ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം ആരാണ് സമ്പാദിക്കുന്നത് എന്ന പഴയ ചോദ്യത്തിൽ നിന്ന് ആരാണ് സ്വപ്നത്തിന് കാവൽ നിൽക്കുന്നത് എന്ന പുതിയ ചോദ്യത്തിലേക്കുള്ള യാത്രയാണ് ഘട്ടഗുസ്തി 2. ആ ചിന്തയാണ് സിനിമയെ സാധാരണ ഫാമിലി എൻ്റർടൈനറിൽ നിന്ന് അല്പം വ്യത്യസ്തമാക്കുന്നത്. തിയേറ്ററിൽ കാണാവുന്ന സിനിമയാണ്.